ഇന്നിതാ ചില ആളുകൾ ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ബദരീങ്ങളായ ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് പേര് പറയുന്നത്. ബദരീങ്ങളെ എന്ന് ഗ്രാമാന്തരങ്ങളിൽ മുഴങ്ങുകയാണ്. കാലിൽ കല്ല് വെച്ച് കുത്തിയാൽ പോലും, രോഗമുണ്ടായാൽ പോലും, കുട്ടിക്ക് അസുഖം വന്നാൽ പോലും എന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന സമുദായത്തിലെ മെമ്പർമാരെയാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബദരീങ്ങളോട് ഞങ്ങൾക്കാണ് സ്നേഹമുള്ളത്, നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് ഇസ്ലാമിക പ്രബോധകന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിന്ന് പറയുകയാണ്. എന്താ കാരണം? നമ്മൾ റമദാൻ 17 അന്ന് ഒരു ബദർ ദിനം ആഘോഷിക്കുന്നില്ല, ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്നില്ല, ബദരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ അവർക്ക് വേണ്ടി മൃഗങ്ങളെ അറവ് നടത്തുന്നില്ല, അവരുടെ പേരിൽ പ്രത്യേകം ഭക്ഷണമുണ്ടാക്കിയിട്ട് അത് നേർച്ചയാക്കുന്നില്ല, അവരുടെ മദ്ഹ് പറയുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഇല്ലാ കഥകൾ കൊണ്ട് നിറച്ചു വെച്ചിട്ടുള്ള മൗലീദ് പാട്ടുകളും മാലപ്പാട്ടുകളും 17 ദിവസം പാരായണം ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് അപ്പുറത്തുള്ള ആളുകൾ കാണിക്കുന്ന സ്നേഹം. എന്നിട്ട് ആ പാട്ടുകളിലും മൗലിദ് കിതാബുകളിലുമൊക്കെ നിറഞ്ഞു കിടക്കുന്നത് എന്താ? ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനകൾ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ നിങ്ങൾ ബദരീങ്ങളെ വിളിച്ച് തേടിക്കോളൂ എന്ന് പറയുന്ന ആഹ്വാനങ്ങൾ, അതിന് സമാനമായി കൊണ്ട് അവർ കെട്ടിയുണ്ടാക്കിയ കുറെ കെട്ടുകഥകൾ, ഇതൊക്കെ കൊണ്ട് കുത്തി നിറച്ചിട്ടുള്ള മൗലിദും അതുപോലെ തന്നെ മാലപ്പാട്ടുമൊക്കെ 17 അന്ന് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും എന്നിട്ട് ഭക്ഷണമുണ്ടാക്കുകയും മറവ് നടത്തുകയും അതുപോലെയുള്ള പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങളാണ് ശരിക്കും ബദരീങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെന്നും, ഇതൊന്നും പാടില്ല ജനങ്ങളെ. ബദരീങ്ങളുടെ ആദർശം ഈ പറഞ്ഞതല്ല, അത് അബൂജഹലിന്റെ ആദർശമായിരുന്നു. ബദരീങ്ങൾ ഏകനായ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവരാണ്, അവനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്, അവന് വേണ്ടി മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിച്ചവരാണ്, അവന്റെ പേരിൽ മാത്രം ബലിയർപ്പണം നടത്തിയവരാണ്. അതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ പാതയാണ് നമ്മളും പിന്തുടരേണ്ടത്. മറിച്ച് നിങ്ങൾ അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇത്തരത്തിലുള്ള സ്നേഹപ്രകടനം അത് വഴിപിഴച്ച പ്രകടനമാണ്. വഴിപിഴച്ച സ്നേഹപ്രകടനമാണെന്ന് പറയുമ്പോ നമ്മെ നോക്കിയിട്ടവരെ ആക്ഷേപിക്കുകയാണ്. ഇതാ ബദരീങ്ങളെ ഇവര് കുറ്റപ്പെടുത്തുന്നു, ഇവര് ബദരീങ്ങളെ ബഹുമാനിക്കാത്തവരാണ്, ഇവര് ബദരീങ്ങളെ സ്നേഹമില്ലാത്തവരാണ്. സഹോദരന്മാരെ, ഇവിടെ തെറ്റിദ്ധരിക്കാതെ കാര്യങ്ങളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ എന്റെ നിഷ്പക്ഷരായ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് റമദാൻ വന്നാലും അല്ലാത്ത കാലമായാലും മറുപക്ഷത്തുള്ള ആളുകൾ ഇങ്ങോട്ട് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. കണ്ടോ, സലഫികൾക്ക് ബദരീങ്ങളോട് വെറുപ്പാണ്, അവർക്ക് ബദരീങ്ങളോട് പുച്ഛമാണ്, അവർക്ക് ബദരീങ്ങളോട് സ്നേഹമില്ല. എന്താ കാരണം? അവർ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടാത്തവരാണ്. ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദുആ ചെയ്യാത്തവരാണ്. ബദരീങ്ങളുടെ ബദർ മൗലൂദ് പാടാത്തവരാണ്, ബദർ മാല ചൊല്ലാത്തവരാണ്, ബദരീങ്ങൾക്ക് വേണ്ടി പോത്തിനെ അറുക്കാത്തവരാണ്, അതിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കാത്തവരാണ്. തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോ, ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഗൗരവത്തോടെ ചിന്തിക്ക്. ബദരീങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. ഈ ലോകത്ത് തൗഹീദിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാടുപെട്ടവരാരാണോ, ആ പാടുപെട്ട നേതാക്കന്മാരെ അവരുടെ കാലശേഷം അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സങ്കടകരമായ ചരിത്രമാണ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന 5 മഹാരഥന്മാരായ ആളുകൾ, വദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസ്ർ, ഈ 5 മഹാന്മാരായ ആളുകൾ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് റബ്ബിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹിദുകളായി ജീവിച്ചു മരിച്ചുപോയ ആളുകളാണ്. പക്ഷേ ആ മഹാന്മാരുടെ മരണശേഷം അവരെ ബഹുമാനിക്കാൻ എന്ന പേരിൽ നൂഹ് നബിയുടെ കാലത്തുള്ള ജനങ്ങൾ എന്താ ചെയ്തത്? ആ മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ലാത്ത ആദർശം അവരുടെ മേൽ കെട്ടിവെച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാനല്ലേ അവരൊക്കെ പഠിപ്പിച്ച് മരിച്ചുപോയത്. എന്നിട്ടോ ഇവരെ സ്നേഹിക്കാൻ എന്ന പേരിൽ, ഇവരെ ബഹുമാനിക്കാൻ എന്ന പേരിൽ ഈ 5 ആളുകളോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് നൂഹ് നബിയുടെ ജനത ശിർക്കിലേക്ക് പോയതെന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയ ചരിത്രമാണ്. അതുകൊണ്ട് അവസാനിച്ചിരുന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ലല്ലോ.
തൗഹീദിന് വേണ്ടി പാടുപെട്ടവരാണ്. അതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിൽ വരെ എറിയപ്പെട്ടവരാണ്. ആ മഹാന്മാരോട് ഞങ്ങൾക്കാണ് സ്നേഹം എന്ന് ആരൊക്കെ അവകാശപ്പെട്ടു? യഹൂദികൾ അവകാശപ്പെട്ടിട്ടുണ്ട്. അവരാവട്ടെ ആ ഇബ്രാഹിം നബിയുടെ ആദർശത്തെ പിൻപറ്റിയവരല്ല. നസറാനികളും അവകാശപ്പെട്ടിരുന്നു, പക്ഷേ അവരും ആ ഇബ്രാഹിം നബിയെ കൈയൊഴിച്ചവരായിരുന്നു. അതേപോലെ തന്നെ നബിതങ്ങൾ വരുന്ന കാലത്ത് അറേബ്യയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ബഹുമാനമാണെന്നാ പറഞ്ഞിരുന്നത്. ബഹുമാനാണെന്ന് പറഞ്ഞു എന്ന് മാത്രല്ല, അവരോടുള്ള സ്നേഹപ്രകടനം എന്ന പേരിൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി, പ്രതിമകൾ ഉണ്ടാക്കി, അതേപോലെ തന്നെ ചിത്രങ്ങൾ വരച്ചു. കഅബത്തിന്റെ അകത്തവർ പ്രതിഷ്ഠിച്ചിരുന്നു. സ്നേഹപ്രകടനമാ അവർ കാണിക്കുന്നത്. ആരുടെ പേരിൽ? ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടുമുള്ള സ്നേഹപ്രകടനം അവര് കാണിച്ചത് എങ്ങനെയാണ്? അതേ പ്രവാചകന്മാര് എന്താണോ പഠിപ്പിച്ചത്, ആ ആദർശത്തിന് നേരെ ഘടകവിരുദ്ധമായ കാര്യം അവരുടെ പേരിൽ തന്നെ അവരങ്ങ് പ്രവർത്തിച്ചിട്ടാ സ്നേഹപ്രകടനം കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഇബ്രാഹിമിനോടും ഇസ്മായിൽ നബിയോടുമൊക്കെയുള്ള സ്നേഹം കാണിച്ചത് എപ്രകാരമാണ്? ഈ ദുഷ്പ്രവൃത്തി ചെയ്ത മുശ്രിക്കുകളെ എതിർത്തുകൊണ്ടാണ്. നിങ്ങൾ ഈ ചെയ്തത് സ്നേഹമല്ല, അത് ഇബ്രാഹിമിന്റെ പാരമ്പര്യമല്ല എന്ന് മുശ്രിക്കുകളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് മുത്ത മുസ്തഫയും സഹാബത്തും സ്നേഹപ്രകടനം കാണിച്ചത്. ഇത് ചരിത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴിതാ ഇതേ ചരിത്രം തന്നെ ഇവിടെയും ആവർത്തിക്കുകയല്ലേ? ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരും പറഞ്ഞുകൊണ്ട് റമദാൻ 17 ദിവസമായി കഴിഞ്ഞാൽ ചില ആളുകളതാ മൗലീദ് ഓതുന്നു, മാല പാടുന്നു, അന്നദാനം നടത്തുന്നു, അതുപോലെ തന്നെ മാംസം വിതരണം ചെയ്യുന്നു. ഒക്കെ എന്തിന്റെ പേരിലാ? ബദരീങ്ങളുടെ പേരിൽ. ബദരീങ്ങളുടെ പേരിലാണ്. അവരെയാണ് വിളിച്ച് തേടുന്നത്, അവരെയാണ് വിളിച്ച് സങ്കടം പറയുന്നത്. ഇത് ബദരീങ്ങൾ നിലനിർത്തിയ ആദർശത്തിന്റെ നേരെ എതിരല്ലേ അവരുടെ പേരിൽ തന്നെ ഈ ചെയ്യുന്നത്?